ഹലോ ഗായ്സ്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ച ആ വെയിറ്റ് ലോസ് ജേണിയെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യണം. ഇത് നമ്മുടെ ആർമി ക്വാർട്ടറാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പരിമിതികളുണ്ട്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ആർമി ക്വാർട്ടറാണ്. പിന്നെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കല്യാണത്തിന് മുമ്പ് നല്ല മെലിഞ്ഞിട്ടായിരുന്നു. നല്ല മെലിഞ്ഞിട്ടായിരുന്നു. എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഡെലിവറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ അവസ്ഥ എന്തുവാന്ന്. പ്രസവ ശുശ്രൂഷയെന്നും പറഞ്ഞ് കണ്ണി കണ്ട പുല്ലും പശുവിനും കൊടുക്കുന്ന പുല്ലും വൈക്കോലും എല്ലാം കൂടെ അരച്ച് കലക്കി നമുക്ക് തരത്തില്ലയോ, അതുപോലെ എനിക്കും തന്നു, ഞാനും കുടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഡെലിവറിയും കഴിഞ്ഞ് ശുശ്രൂഷയും കഴിഞ്ഞ് എണീറ്റ് വന്ന് ഞാൻ ഡോറിൻ്റെ വെളിയിലോട്ട് പോകാൻ നേരത്തെ എനിക്ക് ഡോറിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. അത്രയ്ക്ക് ഞാൻ ചീർത്ത് പോയായിരുന്നു ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടു നടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് എണീറ്റ് കഴിയുമ്പോൾ ആ പെണ്ണ് കനത്തില്ലെങ്കിൽ നാട്ടുകാരെല്ലാം അമ്മയെ ഒരിതുണ്ട്. അത് കാരണം അമ്മയെ പഴിക്കാതിരിക്കാനും വേണ്ടി അമ്മ എല്ലാം കൂടെ കുത്തിക്കയറ്റി എനിക്ക് തന്നു. അപ്പം ഞാനോ അറക്കാൻ നിൽക്കുന്ന പോത്തിൻ്റെ അത്ര ആയിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ ഫോട്ടോ നോക്കിയിരിക്കലായി, വിഷമിച്ചിരിക്കലായി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പോലും എനിക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാനും എൻ്റെ അമ്മയും ഡെലിവറി എല്ലാം കഴിഞ്ഞ് മോളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഒരു കടയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കടയിൽ ചെന്ന് ഞാൻ എന്തോ സാധനം എടുത്തപ്പം ആ കടക്കാരൻ എന്നോട് ചോദിക്കുക, അമ്മയുടെ അനിയത്തിയാണോ ഞാനെന്ന്. ആ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഗായ്സ്, അത് എവിടെ കൊണ്ടെന്നറിയാതാണ്ട് എൻ്റെ ഇവിടെ കൊണ്ടത് ഇവിടെ. അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് ഗൈസ്. വാശിപ്പുറത്താണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്തത്. ഇപ്പം എൻ്റെ മോളെ കണ്ട എൻ്റെ അടുത്ത് ചോദിക്കും എൻ്റെ മോളുടെ ചേച്ചിയാണോ ഞാനെന്ന്. ആ സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും ഗൈസ്. ഫസ്റ്റ് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മളെ നല്ലപോലെ കുത്തിക്കയറ്റി തരത്തില്ലയോ. അങ്ങനെ കഴിച്ച് എനിക്ക് എപ്പോഴും വിശപ്പായിരുന്നു. ചില സമയത്ത് ഒരാളെ തിന്നാനുള്ള വിശപ്പ് വരെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഞാൻ എൻ്റെ ഡയറ്റിനകത്തും ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യാനും എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. പക്ഷേ ഡയറ്റ് എന്നും പറഞ്ഞ് ആരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒന്നെങ്കിൽ ഗോതമ്പ് ദോശയായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തോന്നറിയാം ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ചപ്പാത്തി രാവിലെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലയോ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് ദോശ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ജങ്ക് ഫുഡ് ഒഴികെയുള്ള ഏത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ നിങ്ങൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന അളവിൽ നിന്ന് നിങ്ങൾ കുറയ്ക്കണം. അതായത് 4 ഇഡലി കഴിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ 2 ഇഡലിയാക്കി കുറയ്ക്കണം. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നമ്മളങ്ങ് സെറ്റാകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയും കുറച്ച് കഴിച്ചത് കൊണ്ട് തന്നെ 10-11 മണിയാകുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. സ്വാഭാവികം, എനിക്കും വിശന്നു. അപ്പം നമുക്ക് എന്തോ കഴിക്കാം, നമുക്ക് കുറച്ച് സലാഡ് കഴിച്ചാലോ. കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് മാതളവും കൂടെ വേണമെങ്കിൽ ഇടാം. മാതളവും കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് നമുക്കത് കഴിക്കാം. അപ്പോഴത്തേനും നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കാതിരിക്കത്തില്ല. ഞാൻ ഈ ഒരു ടൈമിലെ ഫുഡും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് എടുക്കും. ഇത്ര ഒരു ചെറിയ കട്ടോരിക്കകത്ത് ചോറെടുക്കും. ചോറെടുത്ത് കഴിഞ്ഞിട്ട് അവിയൽ, തോരൻ ഇതെല്ലാം ഞാൻ തോനെ കഴിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സലാഡ് എടുക്കും. അപ്പോഴത്തേനും നമ്മുടെ വയറെന്തോയും ഫില്ലാവും. പിന്നെ ഒരു 2:30 ആകുമ്പോൾ ഞാൻ ഗ്രീൻ ടീ കുടിക്കുമായിരുന്നു. പിന്നെ ചിലവരൊക്കെ പറയുന്നേക്കാം ഗ്രീൻ ടീ അത്ര ഹെൽത്തി അല്ല, അതിനങ്ങനുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഞാൻ ഗ്രീൻ ടീ കഴിക്കുമായിരുന്നു. പിന്നെ ഒരു 4-4:30 ആകുമ്പോൾ പിന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വരും. അപ്പം നമ്മൾ എന്തോ ചെയ്യണം, കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കട്ട് ചെയ്തിട്ട് അത് കഴിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജ്യൂസ് അടിച്ച് കുടിക്കണം. അപ്പം 4 മണി പലഹാരത്തിനുള്ള കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുവെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഡിന്നർ നിങ്ങൾ 7 to 8 വെച്ച് ഡിന്നർ കഴിച്ചിരിക്കണം. അതിൻ്റെ അപ്പുറത്തോട്ട് പോവുകയേ ചെയ്യരുത്. പിന്നെ ഡിന്നറിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓട്സ് കാച്ചി കുടിക്കാം. പക്ഷെ അത് പാലിനകത്ത് കാച്ചി കുടിക്കരുത്. കഞ്ഞി പോലെ നിങ്ങൾക്ക് ഓട്സ് കാച്ചി കുടിക്കാം. ഞാൻ പക്ഷെ കഴിക്കുന്നത് കൂടുതലും ഗോതമ്പ് ദോശയായിരുന്നു. അത് ഒരെണ്ണത്തിനകത്ത് ഞാൻ ഒതുക്കുമായിരുന്നു. അപ്പോൾ ഫുഡിനകത്ത് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ ഷുഗർ ഒരുപാട് കഴിക്കത്തില്ലായിരുന്നു. ചായ എനിക്ക് വലിയ താല്പര്യമല്ലാത്തതുകൊണ്ട് ചായ ഞാൻ കുടിക്കത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പം വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് PCOD വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ വണ്ണം വെച്ചായിരുന്നു. പക്ഷേ PCOD ആയിട്ടിരുന്നാലും ഈ നമ്മൾ ഡയറ്റ് ചെയ്യുകയും വർക്കൗട്ട് ചെയ്യുകയും പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയി അതിനുള്ള മെഡിസിൻ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ PCOD ഉണ്ടെന്നുള്ള കാര്യം കൊണ്ട് വെയിറ്റ് കുറയാതൊന്നും ഇരിക്കത്തില്ല. കാരണം എനിക്കും PCOD ഉണ്ടായിരുന്നു. ഇനിയാണ് ഗൈസ് മെയിൻ കാര്യം പറയാൻ പോകുന്നത്. ഈ ഫുഡ് കൺട്രോളിൻ്റെ കൂടെ തന്നെ ഞാൻ ഓടാൻ പോകുമായിരുന്നു.
ഒരു 1-1.5 മാസം കൊണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ച് ഗൈസ്. ഫുഡ് കൺട്രോളും ചെയ്ത് ഓടാൻ പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ വെളിയിൽ ഓടാൻ പോയെന്ന്. വെളിയിലൊക്കെ ഞാൻ ഓടാൻ പോയി കഴിഞ്ഞാൽ പട്ടിയുടെ പാതിയായിട്ടായിരിക്കും ഞാൻ വീട്ടിൽ വരുന്നത്. ഹോസ്പിറ്റലിലോട്ടായിരിക്കും നേരെ പോകുന്നത്. കാരണം ഞങ്ങളുടെ അവിടെ ഭയങ്കര പട്ടി ശല്യമാണ്. അതുകൊണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഓടാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീടില്ലയോ, ആ വീടിൻ്റെ ചുറ്റും ഓടിക്കോ. ഞാൻ വീടിൻ്റെ ചുറ്റുമായിരുന്നു ഓടുന്നത്. ആദ്യത്തെ ദിവസം ഒരു 4 റൗണ്ട് ഓടി, പിന്നത്തെ ദിവസം അത് 5 ആക്കി, പിന്നത്തെ ദിവസം ഒരു 6 ആക്കി. അങ്ങനെ അത് കൂട്ടി കൊണ്ടുവന്ന്. നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങളുടെ വെയിറ്റ് ലോസ് ആകുന്നില്ലെങ്കിൽ ഒരു ഷൂ മേടിച്ചോ, അങ്ങോട്ട് ഓടിക്കൂ. അങ്ങനെയാണ് ഗൈസ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചത്. പിന്നെ ഞാൻ ഓട്ടത്തിൻ്റെ എണ്ണം കൂട്ടിയതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വർക്കൗട്ടിൻ്റെ എണ്ണവും കൂട്ടി. ജമ്പിങ് ജാക്സ്, അങ്ങനെ കുറേ വർക്കൗട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ചോൾ ടിങ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അതെന്തായാലും ഇന്ത്യക്കാർ ഒന്നുമല്ല, പുള്ളിക്കാരി ഭയങ്കര വെയിറ്റ് ലോസ് ചലഞ്ച്, ബെല്ലി ഫാറ്റ് ചലഞ്ച്, അങ്ങനെ ഒരുപാട് ചലഞ്ച് ചെയ്യുമായിരുന്നു പുള്ളിക്കാരി. ഇപ്പം ഞാൻ പക്ഷെ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാവുന്ന സമയത്ത് ഞാനും മോളും കൂടെ പാട്ടിട്ട് അടിപൊളിയായിട്ട് അങ്ങ് ഡാൻസ് കളിക്കുമായിരുന്നു ഗൈസ്. അത് പക്ഷെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും കൂടെ. നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടിക്കോ. അപ്പോൾ അവർക്കും ഒരു എക്സസൈസ് ആവും, നമുക്കും ഒരു എക്സസൈസ് ആവും, ഒരു എൻജോയ്മെൻറ്റും. പിന്നെ നിങ്ങൾക്ക് PCOD ഉണ്ട്, അതുകൊണ്ട് എൻ്റെ വെയിറ്റ് കുറയത്തില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കാരണം എനിക്കും ഡെലിവറി കഴിഞ്ഞ് PCOD ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫുഡ് കൺട്രോളും ചെയ്ത് വർക്കൗട്ടും ചെയ്ത് മെഡിസിനും എടുത്തപ്പോഴാണ് എൻ്റെ വെയിറ്റ് ഇത്രയും ലോസ് ആയത്. അപ്പം എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായും പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേണി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.